ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യജീവിതം ഏത് തലങ്ങളിൽ നിന്ന് പരിശോധിച്ചാലും ഈ ഭൂമിയിലെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു തലങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ നിന്ന് എല്ലാ മേഖലകളിലുമായിരിക്കുന്നവർ ഏതെങ്കിലും ദുഃഖങ്ങളിലൂടെയും കണ്ണുനീരിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുന്നുണ്ട്. എന്നാൽ ചിലരൊക്കെ അവരുടെ കണ്ണുനീരും അവരുടെ ദുഃഖവും അവരുടെ വേദനയും അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ അവരുടെ കണ്ണുനീരിൽ തന്നെ മുങ്ങിത്താഴുന്നത് നമുക്ക് കാണുവാനായി കഴിയും. ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ അപൂർവം ചില ആൾക്കാർ അവരുടെ കണ്ണുനീരിനെ മനോഹരമായ ജലാശയമാക്കി അവർ മാറ്റും, തടാകമാക്കി അവർ മാറ്റും. അവരുടെ കഷ്ടതകൾ അവരുടെ ഉയർച്ചയുടെ ചവിട്ടുപടികളാക്കി അവർ മാറ്റും. പിൽക്കാലങ്ങളിൽ അവർ അനേകർക്ക് പ്രചോദനമായി തീരും. അങ്ങനെയുള്ളവരെയും നമ്മൾ കാണുന്നുണ്ട്. ഒരേ ദുഃഖങ്ങളിൽ ഒരേ വേദനയിലൂടെ കടന്നു പോകുന്ന ചിലർ ആത്മഹത്യ ചെയ്യുമ്പോൾ ചിലർ നിരാശരായി ദുഃഖിതരായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവരായി തീരുമ്പോൾ മറ്റു ചിലർ അതേ ദുഃഖത്തിലൂടെ അതേ വേദനയിലൂടെ കടന്നുപോയവർ അതിനെയൊക്കെ ജലാശയമാക്കുന്ന, അതിനെയൊക്കെ അനുഗ്രഹമാക്കുന്ന, അതിനെയൊക്കെ അവരുടെ ഉയർച്ചയുടെ ചവിട്ടുപടികളാക്കി മാറ്റുന്ന ആൾക്കാരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും കണ്ണുനീരിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ് എങ്കിൽ ആ കണ്ണുനീരിനെ എങ്ങനെ ജലാശയമാക്കാനായിട്ട് കഴിയും? ആ കണ്ണുനീരിനെ, ആ ദുഃഖത്തെ എങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാനായിട്ട് കഴിയും? നിങ്ങളുടെ കഷ്ടതകളെയും വേദനകളെയും നിങ്ങളുടെ ഉയർച്ചയുടെ ചവിട്ടുപടികളാക്കി എങ്ങനെ തീർക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 84-ൻ്റെ 6-7 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. വാക്യം 7, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഇവിടെ വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനം നമ്മെ ഉപദേശിക്കുകയാണ്. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുന്ന ചിലർ അതിനെ ജലാശയമാക്കുന്നു. ആ ജലാശയത്തിൻ്റെ മേൽ ദൈവം അനുഗ്രഹത്തിൻ്റെ മുൻമഴ പെയ്യ്ക്കുന്നു. അത് വലിയ തടാകമായി മാറുന്നു. അവർ ബലം പ്രാപിക്കുന്നു. കരയുന്നവർ, ദുഃഖിക്കുന്നവർ ബലം പ്രാപിക്കുന്നു. മാത്രമല്ല, അവരുടെ ജീവിതാന്ത്യത്തിൽ അവർ ദൈവസന്നിധിയിലേക്ക്, സിയോനിലേക്ക് തന്നെ എത്തുന്നു. അവർ പരാജിതരാകുന്നില്ല, അവർ വിജയശ്രീലാളിതരായി തീരുകയാണ്. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ വേദനയും നിങ്ങളുടെ മുറവിളികളും ഒരു ജലാശയമാക്കാനായി കഴിയും, മനോഹരമായൊരു തടാകമാക്കാൻ കഴിയും. അതിലൂടെ വള്ളവും ബോട്ടുമൊക്കെ ഓടിക്കുവാൻ കഴിയുന്ന ഒരു തടാകമാക്കാൻ, അതിൻ്റെ കരകളിൽ വന്ന് ഇരുന്ന് ആസ്വദിക്കുവാൻ കഴിയുന്ന മനോഹരമായൊരു ചരിത്രമാക്കുവാൻ നിങ്ങളുടെ ദുഃഖത്തിന്, നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതുമാത്രമല്ല, അത് നിങ്ങളെ ദൈവത്തോട് കൂടുതലായിട്ട് അടുപ്പിക്കുകയും അത് നിങ്ങളെ ആത്മീകമായി ബലപ്പെടുത്തുകയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുള്ളവരാക്കി തീർക്കുകയും മരണത്തിൻ്റെ തണുത്ത കരം നിങ്ങളെ പിടിക്കുമ്പോൾ മരണമില്ലാത്ത ലോകത്തിലേക്ക്, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനും ഈ കഷ്ടത, ഈ വേദന, ഈ ദുഃഖം, ഈ കണ്ണുനീര് സഹായമായി തീരും. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്. സാത്താൻ്റെ ഒരു ദൂതൻ തന്നെ കുത്തുകയാണ്. ഒരു ശൂലം കുത്തിയിറക്കുന്നത് പോലുള്ള വേദന ആ ദൈവഭക്തൻ അനുഭവിക്കുകയാണ്. പല പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ സൗഖ്യമാകുന്നുണ്ടല്ലോ, ഞാൻ ശാസിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താണ് ഈ കഷ്ടത? ഈ സാത്താൻ്റെ ദൂതൻ ശൂലം കുത്തിയിറക്കുന്നത് പോലെ എന്നെ കുത്തിയിറക്കുന്നത് നീ കാണുന്നില്ലേ? ഇതൊന്ന് മാറ്റിത്തരണം കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മകനെ പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി.
നീ നിഗളിച്ചു പോകാതിരിപ്പാൻ ആ ശൂലം നിനക്ക് നല്ലതാണ്, ആ കണ്ണുനീര് നിനക്ക് നല്ലതാണ്, ആ ദുഃഖം നിനക്ക് നല്ലതാണ്. അത് നിന്നെ ആത്മീകമായി ബലപ്പെടുത്തും. അവസാനം നീ ദൈവസന്നിധിയിലെത്തും. മരണത്തെ മുഖാമുഖമായി കാണുന്ന ആ വേളയിൽ നീ വിളിച്ചു പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി എനിക്ക് ജീവകിരീടം വെച്ചിരിക്കുന്നുവെന്ന് നിനക്ക് ധൈര്യമായി പറയുവാൻ ഇത് നല്ലതാണ്. നീ നിഗളിച്ച് നരകത്തിൽ പോകാതിരിപ്പാൻ ഈ കണ്ണുനീരും വേദനയും നിനക്ക് നല്ലതാണ്. അത് നിനക്ക് ഒരിക്കലും ദോഷം ചെയ്യുകയില്ല. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, നിൻ്റെ ഈ കണ്ണുനീരും നിൻ്റെ ഈ വേദനയും നിൻ്റെ ഈ ദുഃഖവും നിൻ്റെ മുറവിളിയും നിൻ്റെ ആത്മീകത്തിന്, നിൻ്റെ അനുഗ്രഹത്തിന് പ്രയോജനമുള്ള വളമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതിനെ ജലാശയമാക്കി തീർക്കുവാനായിട്ട് കഴിയും. നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെയും ലോകചരിത്രങ്ങളിലൂടെയും ഒക്കെ ഒന്ന് യാത്ര ചെയ്താൽ ഇങ്ങനെയുള്ള അനവധി ചരിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് യഹൂദ രാജ്യത്തിലേക്കൊന്ന് ചെല്ലാം. അവിടെ ഹിസ്കിയാവെന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യൻ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അശൂർ സാമ്രാജ്യത്തിൻ്റെ കരുത്തനായ സെൻഹരീബ് തൻ്റെ കൊച്ചു രാജ്യത്തോട് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ 46 പട്ടണങ്ങൾ യഹൂദയുടെ പിടിച്ചടക്കി അശൂർ സാമ്രാജ്യം. പിന്നീട് അവരുടെ തലസ്ഥാന നഗരിയിലേക്ക് 1,85,000 പട്ടാളക്കാരുമായിട്ട് അശൂർ സൈന്യം ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഈ അശൂർ സാമ്രാജ്യത്തിൻ്റെ കരുത്തിനെക്കുറിച്ച് നാം അല്പമായി ഒന്നറിയണം. എങ്കിൽ മാത്രമേ ഇനി കേൾക്കുവാൻ പോകുന്ന അത്ഭുതങ്ങൾ, ആ കണ്ണുനീരിനെ ദൈവം എങ്ങനെ ജലാശയമാക്കി എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇറാഖിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ടൈഗ്രിസ്. ആ ടൈഗ്രിസ് നദീതീരത്ത് മസൂളിൽ ഉയർന്നു വന്ന ഒരു സാമ്രാജ്യമാണ് അശൂർ സാമ്രാജ്യം. ആ മസൂൾ എന്ന് പറയുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിനവെയാണ്. ഈ അശൂർ സാമ്രാജ്യത്തിന് കരുത്തന്മാരായ ചക്രവർത്തിമാർ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഒരു വിങ് മുഴുവൻ ഈ അശൂർ സാമ്രാജ്യത്തിൻ്റെ ശിലാഫലകങ്ങളും അവരുടെ ഭരണത്തിൻ്റെ മഹത്വവും അവരുടെ രാജാക്കന്മാരുടെ കരുത്തുകളും അതിൻ്റെ പുരാവസ്തുക്കളുമൊക്കെ ശേഖരിച്ചു വച്ചിരിക്കുകയാണ് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ. ഞാനത് കണ്ടിട്ടുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ആ അശൂർ സാമ്രാജ്യത്തിൻ്റെ മഹത്വം, ആ പൗരാണികത്വം പഠിക്കാനായിട്ട് ഞാനവിടെ ചിലവഴിച്ചിട്ടുണ്ട്. ഈ അശൂർ സാമ്രാജ്യം BC 722 അവരുടെ കരുത്തനായ സർഗോൻ ചക്രവർത്തിയുടെ കാലത്ത് ഇസ്രയേൽ രാജ്യത്തെ കീഴടക്കി. 208 വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രയേൽ രാജ്യം. ശലോമോൻ്റെ മരണത്തോടുകൂടി തൻ്റെ മകൻ രഹോബയാം ഭരണമേറ്റപ്പോൾ രാജ്യം വിഭജിക്കപ്പെടുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടതുപോലെ ഒന്നായി കിടന്നിരുന്ന ഒരു രാജ്യം, ഇസ്രയേൽ രാജ്യം, രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. യഹൂദ രാജ്യമായും ഇസ്രയേൽ രാജ്യമായിട്ടും മാറുകയാണ്. 10 ഗോത്രങ്ങൾ ഇസ്രയേൽ രാജ്യത്തിനാണ് ലഭിച്ചത്. പിന്നെ ശേഷിക്കുന്ന ഒരു ഗോത്രമാണ് യഹൂദ രാജ്യത്തിന് ലഭിച്ചത്. പിന്നെ ശേഷിക്കുന്ന ഒരു ഗോത്രം 2 രാജ്യങ്ങളുടെയും ഇടയിലും ഭാഗമായിട്ടൊക്കെ നിൽക്കുകയുണ്ടായി. അങ്ങനെ ഈ വിഭജനത്തോടുകൂടി യഹൂദ രാജ്യം അങ്ങ് ശുഷ്കിച്ചു പോയി, ഒരു കൊച്ചു രാജ്യമായിപ്പോയി. ഇസ്രയേൽ രാജ്യത്തിനാണ് അവർ വിഭജിക്കപ്പെടുന്നതിന് മുൻപ് നിലവിലിരുന്ന ഇസ്രയേൽ രാജ്യത്തിൻ്റെ 90% ഭാഗവും ലഭിച്ചത്. ആ രാജ്യത്തെയാണ് അശൂർ സാമ്രാജ്യം BC 722 സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി അശൂരിൻ്റെ ഒരു ഭാഗമാക്കി ആ രാജ്യത്തെ മാറ്റിയത്. ഏകദേശം 10-20 വർഷം കഴിഞ്ഞപ്പോൾ അതേ സാമ്രാജ്യം അവരുടെ കരുത്തനായ ചക്രവർത്തി സെൻഹരീബിൻ്റെ നേതൃത്വത്തിൽ യഹൂദ രാജ്യത്തോട് യുദ്ധം ചെയ്യുകയാണ്. യഹൂദ രാജ്യം ഒരു കൊച്ചു രാജ്യമാണല്ലോ. അവരുടെ പ്രധാനപ്പെട്ട 46 പട്ടണങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യഹൂദ രാജ്യത്തിന് ശേഷിപ്പായിട്ടുള്ളത് അവരുടെ തലസ്ഥാന നഗരിയായ ജെറുസലേം മാത്രമാണ്.
അവിടേക്ക് 1,85,000 അശൂർ സൈന്യവുമായിട്ടാണ് ചക്രവർത്തി നീങ്ങിയത്. അവർ ആ തലസ്ഥാന നഗരി വളഞ്ഞു. യെരുശലേം നഗരത്തിൽ നിന്നും ഒരാളും പുറത്തു പോകാതെയും ഒരാൾക്കും അകത്ത് പ്രവേശിക്കുവാനും കഴിയാതെ വണ്ണം സൈന്യം യെരുശലേമിനെ ഉപരോധിച്ചു. ഈ സന്ദർഭത്തിൽ ബുദ്ധിപരമായ ഒരു കാര്യം ഈ ഹിസ്കിയ രാജാവ് ചെയ്തത് ഇന്ന് നമുക്ക് ജെറുസലേമിൽ കാണുവാനായിട്ട് കഴിയും. അത് ഈ അശൂർ സാമ്രാജ്യം തങ്ങളുടെ വെള്ളത്തെ നിരോധിക്കാതിരിക്കേണ്ടതിന് പട്ടണത്തിന് പുറത്തുള്ള ജലാശയത്തെ പട്ടണത്തിനകത്ത് കൊണ്ടുവരുവാനായിട്ട് താനൊരു വലിയ ടണ്ണൽ ഉണ്ടാക്കുകയുണ്ടായി. അതിന്ന് നമുക്ക് ജെറുസലേമിൽ കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ അശൂർ സാമ്രാജ്യത്തിൻ്റെ സൈന്യം യെരുശലേം നഗരത്തെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവിന് ഒരു കാര്യം മനസ്സിലായി: യുദ്ധം ചെയ്തവരെ ജയിക്കാൻ കഴിയുകയില്ല. കാരണം 15-ലധികം വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ സഹോദര രാജ്യത്തെ, വലിയ രാജ്യത്തെ ഈ സാമ്രാജ്യം കീഴടക്കിയതാണ്. അവരുടെ സൈന്യം തൻ്റെ കൊച്ചു രാജ്യത്തിലെ 46 പട്ടണങ്ങളെ പിടിച്ചടക്കി കഴിഞ്ഞു. അവരോട് യുദ്ധം ചെയ്യുവാനുള്ള കരുത്തും കഴിവുമൊന്നുമില്ല. മാത്രമല്ല, ഈ ചക്രവർത്തിയുടെ പ്രതിനിധിയായ രബ്ശാക്കെ യഹൂദ ഭാഷയിൽ ദൈവത്തെയും രാജാവിനെയും ജനത്തെയുമൊക്കെ നിന്ദിക്കുകയും അശൂർ ചക്രവർത്തിയെയും അശൂർ ദേവന്മാരെയും ഒക്കെ പുകഴ്ത്തുകയും അശൂർ ദേവന്മാരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രാജ്യം, ഏതെങ്കിലും രാജാക്കന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നവർ വിളിച്ചു കൂകുമ്പോൾ ഇല്ല എന്ന് പറയുവാൻ അവർക്ക് വാക്കുകൾ ഇല്ലായിരുന്നു. കാരണം അശൂർ സാമ്രാജ്യം രാജ്യങ്ങളെ കീഴടക്കി മുന്നേറുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്ത് ചെയ്യണമെന്നറിയാതെ രാജാവ് കുഴഞ്ഞു. അയാൾ കരയാനായി തുടങ്ങി. അയാൾ രട്ടെടുത്ത് ഉപവസിക്കാനായി തുടങ്ങി. അന്ന് യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. അവിടെ യഹൂദജനം കരയുകയാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധന്മാരും രാജാവും മന്ത്രിമാരും എല്ലാം നിലവിളിക്കുകയാണ്. അവരുടെ കണ്ണുനീര് അവിടെ ചാലുപോലെ ഒഴുകുകയാണ്. യഹൂദ രാജാവായ ഹിസ്കിയാവ് തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ, അവരുടെ മതപുരോഹിതന്മാർ തങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ, അവരുടെ സൈന്യാധിപന്മാർ തങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ, അവരുടെ ധനികന്മാർ, പ്രഭുക്കന്മാർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൽ ആശ്രയിച്ച് കരയാനായി തുടങ്ങിയപ്പോൾ പ്രവാചകനായ യെശയ്യാവിലൂടെ ഒരു ദൈവശബ്ദം അവർ കേൾക്കുകയാണ്: നിങ്ങൾ അശൂർ സൈന്യത്തെ ഭയപ്പെടേണ്ട, ചക്രവർത്തിയെയും ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ആ കണ്ണുനീരിനെ ഒരു ജലാശയമാക്കി മാറ്റി. ദൈവം അതിന് മുകളിൽ ഒരു പെരുമഴ അയച്ചു. ചരിത്രത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഒന്ന് കയറിയിറങ്ങി. 1,85,000 പട്ടാളക്കാരും ശരീരത്തിൽ ഒരു മുറിവുമേൽക്കാതെ മരിച്ച് കിടക്കുന്ന രംഗമാണ് ചക്രവർത്തി കാണുന്നത്. ഒരു യുദ്ധം കൂടാതെ തൻ്റെ പട്ടാളക്കാരെല്ലാം മരിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ വളരെ വേദനയോടും ഭയത്തോടും കൂടെ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടി മസൂളിലെത്തി. തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ താൻ പ്രാർത്ഥിച്ച് തൻ്റെ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സ്വന്തം മക്കൾ മസൂളിൽ വെച്ച് അശൂരിൻ്റെ കരുത്തനായ ചക്രവർത്തിയായ സെൻഹരീബിനെ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഹിസ്കിയ രാജാവ്, യഹൂദ ജനം, അവിടുത്തെ പ്രഭുക്കന്മാർ ഒരു വലിയ സൈന്യത്തെ കണ്ട് ഏറ്റുമുട്ടുവാൻ കരുത്തില്ലാതെ ഭയവികലരായി വിറച്ച് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് കണ്ണുനീരൊഴുക്കിയപ്പോൾ ദൈവം അതിൽ ഒരു മഴ പെയ്യിച്ച് അതിനെ മനോഹരമായ ഒരു ജലാശയമാക്കി. ആ ജലാശയത്തിൽ യഹൂദ രാജാവും ജനമെല്ലാം സന്തോഷത്തോടെ നീന്തിത്തുടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ചരിത്രമാണ്. യഹൂദയുടെ ചരിത്രം വായിച്ചാൽ വിശുദ്ധ ബൈബിളിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവുമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമല്ലല്ലോ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീരിനെ നിങ്ങൾ ജലാശയമാക്കണം. അപ്പോൾ ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു മുൻമഴ
ആ ജലാശയത്തിൻ്റെ മേൽ അയക്കും. നിങ്ങൾ ബലം പ്രാപിക്കും. അവസാനം നിങ്ങൾ സിയോനിൽ ദൈവസന്നിധിയിൽ എത്തും. ഇനിയും മറ്റുദാഹരണങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഈജിപ്തിൽ ഫറവോൻ്റെ രാജ്യത്തിൽ ഇസ്രായേൽ മക്കൾ 400 വർഷം അടിമകളായി. അടിമകളെ കൊണ്ട് അവർ പണിതതാണല്ലോ പിരമിഡ് തുടങ്ങിയ ഇന്നും നമ്മെ അതിശയിപ്പിക്കുന്ന ശവകുടീരങ്ങൾ. അടിമകളെ നിർദാക്ഷിണ്യം ഉപദ്രവിക്കുന്ന ചില ഭരണകർത്താക്കൾ, ചില ഫറവന്മാർ ഈജിപ്തിലുണ്ടായിരുന്നു. അവർക്കൊരാൺകുട്ടി ജനിച്ചാൽ ആ ആൺകുട്ടിയെ നൈൽ നദിയിൽ അവരുടെ ദൈവമായ മുതലയ്ക്ക് ബലിയായിട്ട് വലിച്ചെറിയണം എന്ന് നിയമിച്ച ഭരണകർത്താക്കൾ ഈജിപ്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മോശ ജനിക്കുന്നത്. അവർക്ക് വയറു നിറയെ ആഹാരം കൊടുത്തിരുന്നില്ല. അവർക്ക് വിശ്രമിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർക്ക് പാർക്കുവാൻ കൊച്ചു കുടിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. തിന്നുകുടിച്ച് മതോമത്തന്മാരാകുമ്പോൾ ഈജിപ്തിലെ ഭരണകർത്താക്കൾ, അവരുടെ മക്കൾ, ബന്ധുക്കൾ, സൈന്യം ഇസ്രായേലിൻ്റെ കുടിലിലേക്ക് വരും. പിന്നെ അവർക്കിഷ്ടമുള്ള ആരെയും അവർ ബലാത്സംഗം ചെയ്യും. ഭർത്താവിനും അപ്പനുമൊക്കെ നോക്കി നിൽക്കാനല്ലാതെ, കണ്ണുനീരൊഴുക്കാനല്ലാതെ യാതൊരു അനുവാദവും ഉണ്ടായിരുന്നില്ല. ഇഷ്ടികക്കളത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചിലരൊക്കെ തളർന്ന് അവിടെ വീഴും. ആ മണ്ണിൽ തന്നെ അവരെ ചവിട്ടിത്താഴ്ത്തുന്ന പട്ടാളക്കാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിന് ഉണ്ടായിരുന്നത്. അവർ കരയാൻ തുടങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി, കണ്ണുനീർ ചാലുകൾ ഒഴുകുവാൻ തുടങ്ങി. ദൈവം തന്നെ ഒരിക്കൽ മോശയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരുടെ നിലവിളി എൻ്റെ കാതിൽ മുഴങ്ങുന്നു. നീ അവരുടെ ഇടയിലേക്ക് പോകുക, ഫറവോനോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദൈവം മോശയെ അയക്കുന്നത് നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് ആ ചരിത്രം എങ്ങനെയാണ് അവസാനിക്കുന്നത്? ആയുധമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ആ അടിമകൾക്ക് സമ്മാനങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് അവരെ പോകുവാൻ അനുവദിക്കുന്ന ഫറവോനെയും ജനത്തെയുമാണ് കാണുന്നത്. ഇന്ന് ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് തന്നെയുണ്ട്. അവർ നമ്മുടെ കൊച്ചു കേരളത്തെ, നമ്മുടെ ഇന്ത്യയെ ഇന്ന് സഹായിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് അവർ ജലാശയമാക്കി. അതിൻ്റെ മുകളിൽ ദൈവം വലിയ മഴ പെയ്യിച്ചു. ഇന്നവരൊരു രാജ്യമായിട്ട്, ഇന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, ഈജിപ്തിനേക്കാൾ ലോകം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അത്ഭുതത്തോട് നോക്കുന്ന ഒരു രാജ്യമായിട്ട് ആ കരഞ്ഞവർ ഇന്നില്ലേ? ആ കണ്ണുനീരിൽ അവർ മുങ്ങി മരിച്ചിരുന്നെങ്കിലോ, അതിനെ അവർ ജലാശയമാക്കാതിരുന്നെങ്കിലോ, പ്രത്യാശ അവർ കൈവിട്ടിരുന്നെങ്കിലോ, ഇന്നങ്ങനെ ഒരു ജനസമൂഹം കാണുമോ? ഇന്നങ്ങനെ ഒരു രാജ്യം കാണുമോ? അവരുടെയൊന്നും ദുഃഖങ്ങൾ, അവരുടെയൊന്നും വേദനകൾ, അതുപോലുള്ള കഷ്ടതകളുടെ കാര്യങ്ങളൊന്നും പറയുവാൻ എനിക്ക് നിങ്ങൾക്കുമില്ലല്ലോ. എങ്കിലും എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീർ ദൈവം തൻ്റെ തുരുത്തിയിലാക്കി വെക്കുന്നവനാണ്. നമ്മുടെ വേദന അറിയുന്നവനാണ് ദൈവം. ആ കണ്ണുനീരിനെ ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു മാരി അയച്ചിട്ട് ഒരു ജലാശയമാക്കും. പിന്നീട് നിങ്ങൾക്ക് പോലും അത് അത്ഭുതമായി തോന്നും. അതിൻ്റെ തീരങ്ങളിൽ അനേകർ വന്നിരിക്കുന്നത്, പറവകൾ വന്നിരിക്കുന്നത്, അതിലൂടെ വള്ളവും ബോട്ടുമൊക്കെ ഇങ്ങനെ നീങ്ങുന്നത് ഒക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചരിത്രമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. ദുഃഖത്തിൽ തകർന്നു പോകാതിരിക്കാമെങ്കിൽ, കണ്ണുനീരിൽ ഇല്ലാതായി പോകാതിരിക്കാമെങ്കിൽ, അതിനെ അതിജീവിക്കാൻ, അതിനെ ഞാനൊരു ജലാശയമാക്കും, അതിനെ ഒരു അനുഗ്രഹമാക്കും, ഒരു നന്മയാക്കി മാറ്റി തീർക്കുമെന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ, ദൈവം അതിനെ ഒരു അനുഗ്രഹമാക്കി തീർക്കുക തന്നെ ചെയ്യും. മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. മൊർദെഖായിയുടെ കാലം, എസ്തേറിൻ്റെ കാലം, ഹാമാൻ്റെ കാലം, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ പേർഷ്യക്കാർ ഭരിക്കുന്ന കാലം. ആ കാലഘട്ടത്തിലെ ചക്രവർത്തിമാർക്ക് യഹൂദന്മാരോട് പ്രത്യേക പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നേക്ക് 2500 വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും ഈ ലോകത്തിലില്ല.
പേർഷ്യൻ ചക്രവർത്തിമാർക്ക് ജൂതന്മാരോട് പ്രത്യേക പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ പേർഷ്യൻ രാജധാനിയിൽ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു, മൊർദെഖായി. അയാളൊരു യഹൂദനായിരുന്നു. രാജാവിൻ്റെ ഒരു സുഹൃത്തും രാജ്യത്തിൻ്റെ രണ്ടാമനുമായ ഹാമാനെ എല്ലാവരും ആദരിക്കുന്ന കാലം. ഈ മൊർദെഖായി മാത്രം സത്യദൈവത്തെ വണങ്ങുന്നവനും നമസ്കരിക്കുന്നവനുമായതുകൊണ്ട് ഈ ഹാമാൻ വരുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കാനോ അയാളുടെ പാദം ചുംബിക്കുവാനോ ഒന്നും മൊർദെഖായി തയ്യാറായില്ല. അത് ഹാമാൻ ഇഷ്ടമായില്ല. അദ്ദേഹം മൊർദെഖായിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ ഒരു യഹൂദനാണെന്നും സത്യ ദൈവാരാധകനാണെന്നും അവൻ മനുഷ്യൻ്റെ കാലെ വീണ് നമസ്കരിക്കുകയില്ലെന്നും ഒക്കെ പഠിച്ചപ്പോൾ ഈ മൊർദെഖായിയെ മാത്രമല്ല, അങ്ങനെയുള്ള ഒരു മതസമൂഹത്തെ തന്നെ തങ്ങളുടെ സാമ്രാജ്യത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യണം, മുടിപ്പിച്ച് കളയണം എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു. പക്ഷേ താൻ ചക്രവർത്തിയല്ലല്ലോ. ചക്രവർത്തി മദ്യപാനിയും പണത്തോട് താല്പര്യമുള്ള വ്യക്തിയുമായിരുന്നു. അങ്ങനെ ചക്രവർത്തിയെ മദ്യപിപ്പിച്ചും അദ്ദേഹത്തിന് പണം കൊടുത്തും അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചിട്ട് ജൂതന്മാരെക്കുറിച്ച് ഒരു നുണ പറഞ്ഞു. ഈ ജൂതന്മാർ നമ്മുടെ രാജ്യത്തിലൊരു ശാപമാണ്. അവർ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നവരല്ല, അവർ രാജാവിനെ ബഹുമാനിക്കുന്നവരല്ല, അവർക്ക് നമ്മളോടൊന്നും ഒരു കൂറില്ല. ഇവരിവിടെ കിടന്നാൽ നമ്മുടെ രാജ്യം ശാപഗ്രസ്തമായി പോകും. അവർ നമ്മുടെ രാജ്യത്തിനെതിരാണ്. ഞാൻ നന്നായി പഠിച്ചതാണ്. അതുകൊണ്ട് ചക്രവർത്തി, ഈ ജനത്തെ നമുക്ക് ഇല്ലാതാക്കണം. നമ്മുടെ സൈന്യത്തിനും പ്രജകൾക്കും അവരെ തല്ലാനും കൊല്ലാനും കൊള്ളയടിക്കാനും ചില ദിവസങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അതിനുവേണ്ടി ഒരു നിയമമുണ്ടാക്കണം എന്ന് ഹാമാൻ പറഞ്ഞു. ചക്രവർത്തിയെ സ്വാധീനിച്ചു, പലരെയും സ്വാധീനിച്ചു. ഇറാൻ്റെ പാർലമെൻറ്റിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കി. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിൽ തങ്ങളുടെ രാജ്യത്തിന് ശാപം വരുത്തുന്ന, തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാത്ത, തങ്ങളുടെ രാജാവിനെ ബഹുമാനിക്കാത്ത ഈ ജൂതന്മാരെ തല്ലാനോ കൊല്ലാനോ ബലാത്സംഗം ചെയ്യാനോ കൊള്ളയടിക്കാനോ മുടിക്കാനോ ഉള്ള അനുവാദം ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിലെ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് ഒരു കുറ്റമല്ല, അത് രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ആ പ്രഖ്യാപനം വിളംബരം ചെയ്തു. അടിമകളായി കഴിയുന്ന ഒരു ജനസമൂഹത്തിന് ഒരു വലിയ സാമ്രാജ്യം, സൈന്യത്തിന് മാത്രമല്ല പ്രജകൾക്കും അങ്ങനെ ഒരു കൽപ്പന കൊടുത്താൽ പിന്നെ അവർക്ക് നിൽക്കാൻ കഴിയുമോ? ഇതറിഞ്ഞ മൊർദെഖായിയും ഇതറിഞ്ഞ് എസ്തേറും ഉപയോഗിക്കുകയാണ്. അവർ കരയുകയാണ്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ജൂതന്മാരുടെ നിലവിളി ഉയരുകയാണ്. വലിയ കണ്ണുനീർ കയമുണ്ടാകുകയാണ്. അങ്ങനെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. വളരെ പെട്ടെന്ന് രാജാവുമായി തെറ്റിപ്പിരിയുന്ന ഒരനുഭവം ഹാമാനുണ്ടായി. മാത്രമല്ല, മൊർദെഖായിയെ ബഹുമാനിക്കത്തക്കവണ്ണം ഉള്ളൊരു സംഭവവും അതിൻ്റെ ചരിത്രവും രാജാവ് വായിച്ചു. നിങ്ങൾക്കറിയാമോ ആ ചരിത്രം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന്? മൊർദെഖായിയെ രാജാവ് മാനിക്കുകയാണ്. തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി രാജകീയ വസ്ത്രം ധരിപ്പിച്ച് ഈ ഹാമാനെ കൊണ്ട് രാജാവ് മാനിക്കുന്ന ആളിനെ ഇങ്ങനെ മാനിക്കും എന്ന് പറയിച്ച പട്ടണം മുഴുവൻ ചുറ്റി നടത്തിക്കുകയാണ്. മാത്രമല്ല, മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ ഉണ്ടാക്കിയ അതേ കഴുകുമരത്തിൽ ഈ ഇറാൻ്റെ ചക്രവർത്തി ഹാമാനെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കുന്ന ചരിത്രവും നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാ വർഷവും അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള പെരുന്നാൾ ഇന്ന് ഇസ്രയേലിൽ നടത്താറുമുണ്ട്. അപ്പോൾ മൊർദെഖായിയുടെ കണ്ണുനീര്, എസ്തേറിൻ്റെ കണ്ണുനീര്, ജൂതന്മാരുടെ കണ്ണുനീര് ഒരു ജലാശയമായില്ലേ, ആക്കി തീർത്തില്ലേ? അതിൽ ദൈവം ഒരു മുൻമഴ പെയ്ച്ചില്ലേ? ഇന്നവരൊരു രാജ്യമായിട്ട് തന്നെ ഈ ലോകത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിലില്ലേ? അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്കും ഇല്ലല്ലോ. അത്രയും വലിയ കണ്ണുനീരൊന്നും എനിക്ക് നിങ്ങൾക്കും ഇല്ലല്ലോ. അത്രയും വലിയ പ്രതിസന്ധികളെയൊന്നും ഞാനും നിങ്ങളും അഭിമുഖീകരിക്കണ്ടല്ലോ. അതുകൊണ്ട് നിരാശപ്പെടരുത്, ദുഃഖിതനാകരുത്, ആത്മഹത്യ ചെയ്യരുത്, ശുശ്രൂഷയിൽ നിന്ന് ഓടിയൊളിക്കരുത്, ആത്മീയത്തിൽ നിന്ന് അകന്നു പോകരുത്. ഈ ദുഃഖം, ഈ വേദന ഒരു അനുഗ്രഹമാക്കി മാറ്റണം. ഈ കണ്ണുനീരിനെ ഒരു ജലാശയമാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എത്തുവാൻ കഴിയുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ചരിത്രം വായിച്ച് അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. ആ വാക്യം ഒരിക്കൽ കൂടി ഞാനൊന്ന് വായിക്കട്ടെ.
84 സങ്കീർത്തനം 6 വാക്യം. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. നിങ്ങളുടെ കണ്ണുനീരിനെ ജലാശയമാക്കുക. ദൈവം അതിൻ്റെ മേൽ ഒരു മഴ പെയ്യ്ക്കും. നിങ്ങളുടെ ബലം വർദ്ധിക്കും. മാത്രമല്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ ചെല്ലും. ദൈവസന്നിധിയിൽ സന്തോഷം അനുഭവിക്കും. മരണത്തിൻ്റെ തണുത്ത കരം പിടിക്കുമ്പോൾ സിയോനിൽ എത്തിച്ചേരും. അതിനായിട്ട് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കഷ്ടത അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ അർത്ഥം, ആഴം ഗ്രഹിക്കാം. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരും ഒരു ജലാശയം പോലെ ആക്കി തീർക്കാൻ ഞങ്ങൾ കൃപ തരണമേ. അതിൻ്റെ മേൽ ദൈവം ഒരു മുൻമഴ അയക്കണമേ. തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഈ മകനെ, മകളെ, അങ്ങയുടെ ദാസനെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ദുഃഖവും മുറിവിലെയും കണ്ണുനീരും നിലവിലെയും മരണമില്ലാത്തൊരു സിയോനുണ്ടല്ലോ, ഞങ്ങളുടെ ദൈവമുണ്ടല്ലോ. അവിടെ ഞങ്ങൾ എത്തിച്ചേരുമല്ലോ. ഞങ്ങളുടെ മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.